ഡോഡ്ജിൻ്റെ ചാർജറാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും മൊത്തത്തിൽ അഴിച്ചിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ ചൂടാലം തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതിയാണ് എ സിക്ക് തണുപ്പ് പോരാ, എ സി പോരാ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങൾ കഴിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവാപ്പറേറ്റർ ഇതിൻ്റെ വണ്ടി ആണ് കംപ്ലൈൻറ്റ് ഉള്ളത്, ലീക്കായിരുന്നു. അപ്പം ഇതുപോലെ പല രീതിയിലായിരിക്കും എ സിക്ക് തണുപ്പ് കുറവുണ്ടാവുക. കംപ്രസർ അല്ലെങ്കിൽ കണ്ടൻസർ, എക്സെപ്ഷൻ വാൽവ്, ഇങ്ങനെ പല രീതിയിൽ കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവാപ്പറേറ്ററാണ്. ഇവാപ്പറേറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡാഷ്ബോർഡ് കഴിച്ചാൽ നമുക്ക് പല വണ്ടികൾക്കും പല രീതിയിലാണ്. ഒരുമാതിരിപ്പെട്ട വണ്ടികളൊക്കെ നമുക്ക് ഡാഷ്ബോർഡ് കഴിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ കഴിച്ച് വരുമ്പോൾ എ സിയുടെ സർവീസിനൊക്കെ അത്യാവശ്യം ചിലവ് വരുന്ന കേസ് തന്നെയാണ് കേട്ടോ. കുറച്ച് എഞ്ചിൻ റൂമൊന്നും കാര്യങ്ങളൊന്നും കഴിക്കാണ്ട്, അതുപോലെ തന്നെ ഇത് ഡാഷ്ബോർഡ് കഴിക്കുന്ന സമയത്ത് എയർ ബാഗും കാര്യങ്ങളും സ്റ്റിയറിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് തന്നെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കേസാണ്. അത് മാത്രമല്ല നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എ സിയുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലീൻ ആക്കി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിയൊക്കെ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവാപ്പറേറ്റർ പുതിയത്. അതായത് കൂളിംഗ് ഓയിൽ എന്നൊക്കെ ചിലർ പറയും. അപ്പോൾ പഴയത് ഇതാണ്. ഇത് ബ്ലോക്ക് കുറവാണ്, പക്ഷേ ചെറിയ ബ്ലോക്കുണ്ട്. ചില കേസുകളിൽ നമുക്കിത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലോർ ഫാൻ്റെ കാറ്റ് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ലീക്കായിട്ട് മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൂടെ ആണ് ഇത് ലീക്കായിട്ടുള്ളത്. അപ്പോൾ ചില വണ്ടികളൊക്കെ ഇവാപ്പറേറ്റർ ലീക്കാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും, അതിലൂടെ ഗ്യാസ് വരുന്ന കാരണം. അപ്പോൾ എ സിയുടെ കംപ്ലൈൻറ്റ് ഇങ്ങനെയൊക്കെയാണ്, ശ്രദ്ധിക്കുക.